ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഗാന്ധിജിയുടെ സ്വന്തം ആശ്രമമായ സബർമതി ആശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതെ ഫ്രണ്ട്സ്, നമുക്ക് ഗാന്ധിജിയുടെ കുറെ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു ചർക്ക, ഗാന്ധിജിയുടെ ചർക്കയാണ് കേട്ടോ ഇത്. ഗാന്ധിജി ഉപയോഗിച്ച ചർക്കകൾ, ഇവിടുത്തെ ആശ്രമങ്ങൾ, ഗാന്ധിജിയുടെ വീട്, ഗാന്ധിജിയുടെ റൂം, പിന്നെ ഗാന്ധിജി ഉപയോഗിച്ച ബുക്കുകൾ, ഇവിടുത്തെ ലൈബ്രറി, അതുപോലെ കുറെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ പ്ലേസിന് ഒരു പ്രത്യേകതയുണ്ട്. 365 ദിവസവും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഫ്രണ്ട്സ്, ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ലഭിക്കുക. നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് തോന്നുകയില്ല, അത്രയ്ക്ക് ഒരു പോസിറ്റീവ് വൈബായിരിക്കും നമുക്ക്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. ഞങ്ങൾ അകത്ത് പോയി ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളെയും കാണിക്കും. അപ്പം നമ്മുടെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം ഇവിടെ എഴുതിയിട്ടുണ്ട്. മോർണിംഗ് 8:30 ടു ഈവനിങ് 6:30 ആണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. ചർക്കകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കിത് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഇതിൽ നിന്നും മേടിക്കും കേട്ടോ. ഫ്രണ്ടിൽ ഇത് ചക്കര മോഡൽ വെച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ എനിക്ക് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പൊ നമുക്കിനി സബർമതി ആശ്രമത്തിനുള്ളിലേക്ക് പോകാം. നമുക്ക് ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഇവിടെ സബർമതി ആശ്രമത്തിന്റെ എല്ലാ ഭാഷയിലും എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ആശ്രമം എന്നാണ് തുടങ്ങിയത് എന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ സബർമതി ആശ്രമം എന്നാണ് തുടങ്ങിയതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1917 ഈ ആശ്രമം ഇവിടെ ആരംഭിച്ചത്. സബർമതി ആശ്രമം എല്ലാ ഭാഷയിലും എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സബർമതി ആശ്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മയില് നല്ല രസമുണ്ട് കാണാൻ. 2 മയിലുണ്ട് കേട്ടോ, 2 പെണ്ണ് മയിലാണ്. സബർമതി ആശ്രമത്തിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മ്യൂസിയം, പ്രാർത്ഥന ഭൂമി, ഹൃദയകുഞ്ച്, അതുപോലെ കുറെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാനും കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ആശ്രമത്തിന്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ എന്തൊക്കെയുണ്ട് കാണാനെന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കാണാനായിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഉദ്ഘാടനം ചെയ്തത് 1963 മെയ് 10 ഈ സ്ഥലം ഉദ്ഘാടനം ചെയ്തത്. അതും അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു ആണ് ഇവിടെ ഈ സ്ഥലം ഉദ്ഘാടനം ചെയ്തത്.
ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഇതിന്റെ പേരാണ് ഹൃദയകുഞ്ച്. ഇവിടെയാണ് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ വൈഫായ കസ്തൂർബ ഗാന്ധിയും താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ നാഷണൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തത്. 1918 തൊട്ട് 1930 വരെ ഇവിടെ നിന്നാണ് ദണ്ഡി മാർച്ച് അദ്ദേഹം ആരംഭിച്ചത്. ഫ്രണ്ട്സ്, ഈ ഹൃദയകുഞ്ചിലെ ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമാണ് കേട്ടോ ഇത്. വലിയ ചർക്കയും ബെഡും എല്ലാം ഉണ്ട്. ഇതാണ്. ഫ്രണ്ട്സ്, ഇത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന റൂമാണ്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണാനായിട്ട് പോകും. ഗാന്ധിജി പല പല ചർക്കകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റായിട്ട് യൂസ് ചെയ്ത ചർക്കയാണ് ആ കാണുന്നത്. ഇവിടെ ഇരുന്നാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എഴുതാൻ തുടങ്ങിയത്. എന്താണെന്നറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ഇവിടെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ തറയെന്ന് പറയുന്നത് ഗാന്ധിജി ചവിട്ടിയ തറയാണ്. ഇതൊന്നും ഇതുവരെ ഇവർ മാറ്റിയിട്ടില്ല. ആകെ ഫാൻ ലൈറ്റ് ആ സംഭവങ്ങൾ മാത്രമേ പിടിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം പണ്ടത്തെ പോലെ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ഈ പേഴ്സണൽ റൂം എപ്പോഴും ഓപ്പൺ ആക്കാറില്ല. ഇപ്പം നമുക്ക് എന്തുകൊണ്ടല്ല ഭാഗ്യം കൊണ്ടാണ് ഇപ്പം ഇത് നമുക്ക് ഓപ്പൺ ആയി കിട്ടിയത്. പിന്നെ ഇത് ആൾക്കാർ മിസ്യൂസ് ചെയ്യുമെന്ന് ചെറിയൊരു പേടി ഉള്ളത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഈ റൂം ഓപ്പൺ ആക്കാതെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വിൻഡോ കണ്ടോ? ഇതൊരു പ്രത്യേക ടൈപ്പ് വിൻഡോ ആണ്. ഇത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന കാലത്തിലുള്ള വിൻഡോയാണ്. ഇതൊക്കെ ഇപ്പോഴും ഇതുപോലെ ഇരിക്കുന്നു. കാരണം ഇവർ ഇത് ഇത്രയും കെയർ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുഞ്ചിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി ഹൃദയകുഞ്ചിന്റെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. പല പല റൂമുകളാണുള്ളത്. ടോട്ടൽ 3 റൂമാണുള്ളത്. ഇതെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വൈഫായ കസ്തൂർബ ഗാന്ധി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇത് ഗാന്ധിജിയുടെ വൈഫായ കസ്തൂർബ ഗാന്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ് കേട്ടോ. ഇതാണ് കസ്തൂർബ ഗാന്ധി. ഇത് ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധി. ഗസ്റ്റ് റൂമാണ്. കസ്തൂർബ ഗാന്ധിയുടെ റൂമിന്റെ തൊട്ടടുത്തായിട്ടാണ് ഗസ്റ്റ് റൂം ഉള്ളത്. ഗസ്റ്റ് റൂമിന്റെ അകം. ഫ്രണ്ട്സ്, ഇവിടെ 3 റൂമാണുള്ളത്. ഒന്ന് കസ്തൂർബ ഗാന്ധിയുടെ റൂം, പിന്നെ ഒന്ന് ഗസ്റ്റ് റൂം, പിന്നെ ഇവിടെ നമ്മളിപ്പോ കാണാൻ പോകുന്ന കിച്ചൺ ആണ്. നമുക്ക് അതിന്റെ അകത്തേക്ക് പോകാം. അപ്പൊ ഇവിടെ ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ സ്പൂണ്, പിന്നെ നൈഫ്, പേപ്പർ കട്ടർ, അതുപോലെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ കണ്ണാടി, ചെരുപ്പ്, പ്ലേറ്റ്, പിന്നെ ഇതുപോലെ കുറെ സാധനങ്ങളുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇനി ആശ്രമത്തിന്റെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് പോകാം. നമ്മളിപ്പോൾ കണ്ട ഹൃദയകുഞ്ചിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഇവിടെ ഹൃദയകുഞ്ച് ഫുൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഈ ആശ്രമത്തിലുള്ള അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്.
പോവാം. സബർമതി നദി ഞങ്ങളിത് അടുത്ത് നിന്നൊന്ന് കണ്ട്. പിന്നെ ഇവിടെ ഈ സബർമതി നദിയുടെ അടുത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കൂടി ഗാന്ധിജിയൊക്കെ കുറെ പ്രാവശ്യം നടന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല ഫ്രണ്ട്സ്. അപ്പൊ ഈ ഗാന്ധിജി നടന്ന സ്ഥലത്തൂടെയാണ് ഞാനിപ്പോ നടന്നത്. ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് കിട്ടി. എന്നാലും എനിക്ക് ഭാഗ്യം ഉണ്ടായതൊക്കെ കാണാൻ പറ്റി. നിങ്ങൾക്ക് അങ്ങോട്ട് അടുത്ത സ്ഥലം കാണാൻ പോകാം. ചർക്കകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിരവധി ചർക്കകളുണ്ട്. ഓരോരുത്തർ യൂസ് ചെയ്ത ഓരോ തരത്തിലുള്ള ചർക്കകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെയാണ് ചർക്കകൾ. ഇനി അങ്ങോട്ട് പോകും ദൂരം കുറേ ചർക്കകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ ചർക്കകൾ ഇവിടെ ഉണ്ട്. ഇവിടെ വേറെ ടൈപ്പിലുള്ള ചർക്കകളുണ്ട് കേട്ടോ. ഇവിടെ കുറേ ടൈപ്പിലുള്ള ചർക്കകളുണ്ട്. അവിടെ എനിക്കൊരു ചർക്ക ഭയങ്കരമായിട്ട് കറക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോവാണ് കേട്ടോ. ചർക്കയിൽ നൂല് നൂൽക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നൂലുകളാണ് ഇതൊക്കെ. കുറെ കളറിലുള്ള നൂലുകളൊക്കെ കൂടി ഉണ്ട്. ഇത് ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ ആണിത്. ആശ്രമത്തിലുള്ള വേറെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഫോട്ടോകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗാലറിയാണ്. നമുക്കിത് അകത്തേക്ക് കയറി കാണാം ഫുള്ള്. ഫ്രണ്ട്സ്, ഇതൊരു ഓയിൽ പെയിന്റിംഗ് ഗാലറി ആണ് കേട്ടോ. ഇവിടെ ഗാന്ധിജിയുടെയും പിന്നെ ബാക്കിയുള്ളവരുടെയും ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒക്കെ കുറെ പിക്ചേഴ്സ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഈ ഗാലറിയിലെ ഗാന്ധിജി ചർക്കയിൽ നൂല് നൂർക്കുന്ന ഒരു ഓയിൽ പെയിന്റിംഗ് ആണ്. ശരിക്കും ജീവനുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. ഫ്രണ്ട്സ്, ഇത് ഈ ആശ്രമത്തിലെ ഓയിൽ പെയിൻറ്റിങ് ഗാലറിയാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ നിരവധി പിക്ചേഴ്സ് ഉണ്ട്. ഗാന്ധിജിയുടെ വരച്ച നിരവധി പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെയും ദണ്ഡി മാർച്ചിൻ്റെയും അതുപോലെ അവർ ഒരുമിച്ച് കൂടി നിന്ന് സംസാരിക്കുന്ന അതുപോലത്തെ ഒരുപാട് ഓയിൽ പെയിൻറ്റിങ് പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ശരിക്കും ഉള്ള പോലെ നമുക്ക് തോന്നുന്നതായിരിക്കും. ശരിക്കും ജീവനുള്ള പോലെയാണ് നമുക്ക് ഈ പിക്ചേഴ്സ് കാണുമ്പോൾ തോന്നുന്നത്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹ, കേദാ സത്യാഗ്രഹ, കോട്ടൺ മിൽ സ്ട്രൈക്ക്, പിന്നെ ചൗരി ചൗര റിവോൾട്ട്, അങ്ങനെ കുറേ സംഭവങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ റിവോൾട്ടിനെ കുറിച്ചുള്ള ഫുൾ സമ്മറി ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇതുപോലെ ചമ്പാരൻ സത്യാഗ്രഹ, റൗളത്ത് ആക്ട്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതുപോലെ പിന്നെ സോൾട്ട് സത്യാഗ്രഹ,
ഇതുപോലെയുള്ള നിരവധി മൂവ്മെന്റിനെ കുറിച്ചും സ്ട്രൈക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, സിവിൽ ഡിസൊബീഡിയൻസും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ നമുക്കൊരു സമ്മറി പോലെ തന്നിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ഗാലറിയിൽ ഗാന്ധിജിയുടെ ജീവിതത്തിൽ നടന്ന കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കത്തുകളുടെ പ്രിന്റുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കോപ്പികളൊക്കെ. പിന്നെ സ്വാതന്ത്ര്യ സമയത്തിൽ വന്ന ന്യൂസുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സബർമതി ആശ്രമത്തിലെ ലൈബ്രറിയാണ് കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ബ്രോഷേഴ്സ് ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്തെന്ന് അറിയാനില്ല. നമുക്ക് ലൈബ്രറി ഇവിടെ ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര വലിയൊരു ലൈബ്രറിയാണിത്. നമുക്ക് ഇതിന് ഉള്ളിലേക്ക് പോകാം. ഇനി നിരവധി ബുക്സ് നമുക്ക് കാണാനായിട്ട്. ഗൈസ്, ഇവിടെ 60,000 ബുക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. വലിയൊരു ലൈബ്രറിയാണ് കേട്ടോ ശരിക്കും. ഗൈസ്, ഈ ലൈബ്രറിയിൽ 9 റൂമുകളാണുള്ളത്. 9 റൂമുകളിലാണ് ഈ ലൈബ്രറി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇവിടെ എന്ന് പറയുന്നത് ഗാന്ധിജി എഴുതിയ ബുക്കുകളുണ്ട്, ഗാന്ധിജി വായിച്ച ബുക്കുകളുണ്ട്, ഗാന്ധിജിയെ പറ്റി എഴുതിയ ബുക്കുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടോട്ടൽ ഫ്രീ ആണ്. ഫീസ് ഇല്ല, പാർക്കിംഗ് ഫീസ് ഇല്ല, ലൈബ്രറി ഫീസ് ഇല്ല, ബുക്ക് എടുക്കുന്നതിനൊന്നും ഫീസ് ഇല്ല. നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ടിരുന്ന് ഈ ബുക്കുകൾ വായിക്കുവേണമെങ്കിലും ചെയ്യാവുന്നതാണ് എടുത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബുക്കുകളൊന്നും പുറത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് വായിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. സാധാരണ ലൈബ്രറി പോലെ അല്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇരുന്ന് ഫ്രീ ആയിട്ട് ബുക്കുകൾ എടുത്ത് വായിക്കാൻ പറ്റുന്നതാണ്. ഒരു AC റൂം ഇവിടെ ഉണ്ട് നമുക്ക് ബുക്കുകൾ എടുത്ത് വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ബുക്കുകളെല്ലാം ഉള്ള, ഗാന്ധിജി എഴുതിയ ബുക്കുകളുള്ള ലൈബ്രറിയിൽ കൂടെയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ലക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെന്ന് പറയുന്നത് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും. കാരണം ഇവിടെ നമുക്ക് AC റൂമുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ബുക്കുകൾ വായിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഫുഡ് അതൊന്നും അലൗഡ് അല്ല. ബാക്കി നമുക്ക് എന്ത് വേണം ബുക്ക് വായിക്കാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാനായിട്ട് പറ്റും. ഇത്ര ഒരു സ്പേസ് ഉണ്ട് നമുക്കിവിടെ. ഭയങ്കര പ്രൈവസി ആയിരിക്കും നമുക്കിവിടെ ലഭിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിവിടെ പ്രൈവസിയോട് കൂടി എല്ലാ ബുക്സും വായിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് AC ഉണ്ടെന്ന AC ചാർജ് ഒന്നുമില്ല. ഫുൾ ഫ്രീ ആണ് ഇവിടെ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര പ്രൈവസിയോട് കൂടി ഇന്ന് വായിക്കാൻ പറ്റും. ഇപ്പോൾ മിസ് കണ്ടു ഇവിടെ ബ്രോഷർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സബർമതി നദിയുടെ തീരത്തായിട്ടാണ് ഈ സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാവോ ഗാന്ധിജി തന്റെ ജീവിതത്തിലെ 12 വർഷങ്ങളും ഇവിടെയാണ്, ഈ സബർമതി ആശ്രമത്തിലാണ് ജീവിച്ചത്. അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ആശ്രമത്തിലെ ഗാന്ധിജിയുടെ ശിഷ്യനായ വിനോബ ഭാവയെ താമസിച്ചിരുന്ന റൂമാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അകത്തി എന്നിട്ട് അവിടെയുള്ള വിവരണത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ആശ്രമത്തെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും ഇൻഫോർമേഷൻസും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ ആശ്രമത്തിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള സൂരജ് പിള്ള എന്ന് പറഞ്ഞ സാറാണ്. സാറ് കേരളത്തിലെ കൊല്ലത്താണ് ഉള്ളത്. ഇവിടെയാണ് സാറ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ലക്കായിരുന്നു ഒരു മലയാളി സാറിനെ കാണാനായിട്ട് സാധിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ അറിയണമെങ്കിലും റൂമൊക്കെ കിട്ടണമെങ്കിലും സാറ് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കുക, എന്താവശ്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അവിടെയുള്ള ഗാന്ധിജിയുടെ പേഴ്സണൽ റൂം ഇല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ നടത്തുന്ന റൂം എപ്പോഴും തുറക്കാറില്ല.
അപ്പം ഞങ്ങൾക്ക് സാറാണ് അത് തുറന്നു തരാനുള്ള ഒരു ഇതുണ്ടാക്കി തന്നത്. ഞങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ തന്നുകൊണ്ട് സാറിനോട് ഞങ്ങൾ താങ്ക് യു പറഞ്ഞായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ ഞാൻ വലുതാവുമ്പോൾ ഇനി ഇവിടെ വന്ന് ഗാന്ധിജിയുടെ ബുക്കുകളൊക്കെ വായിക്കാനും ഒക്കെ എനിക്ക് സാധിക്കും. അപ്പോൾ അപ്പോഴും സാറിനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട്, നമുക്കിവിടെ ഫുൾ ടോട്ടൽ വിസിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിവിടെ വന്നാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബാണ് ലഭിക്കുക. ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ് വെയിലുണ്ടെങ്കിലും നല്ലൊരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ ക്ലീനിങ് ഇവിടെ ഒട്ടും ഒരു വേസ്റ്റ് പോലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല, അത്രയ്ക്ക് ക്ലീൻഡാണ് ഇവിടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ആശ്രമത്തിൽ വെച്ച് വേറൊരു സാറിനെ കണ്ടെത്തിയിരിക്കുകയാണ്. സാറും ഇതുപോലെ തന്നെ മലയാളിയാണ്. സാറ് അഡ്വക്കേറ്റ് ആണ്, പേര് സാബു എന്നാണ്. അപ്പം നമ്മൾ നേരത്തെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയ പോലെ സാറും ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനായിട്ട് പോവുകയാണ്, നമ്മൾ നവംബറിൽ പോയ പോലെ. അപ്പം നമ്മുടെ ആ ട്രിപ്പിന്റെ കാര്യങ്ങളെല്ലാം സാറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാർ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇപ്പോൾ അത്യാവശ്യം സാറിന് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോത്താങ് പാസും അടൽ ടണൽ പിന്നെ ഡൽഹി പോയ കാര്യങ്ങളെല്ലാം സാറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാറിന്റെ കോൺഫിഡൻസ് ലെവല് വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളിവിടെ. സാറ് ഞങ്ങൾക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സാറിന് ഓൾ ഇന്ത്യ ട്രിപ്പിനുള്ള എല്ലാ ആശംസകളും നേർന്നിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു മക്കളെ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾക്കിവിടെ സുരേഷ് സാർ ഒരു ചർക്ക ഗിഫ്റ്റായിട്ട് തന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു എന്നുള്ള ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ചർക്ക ഇവിടെ മേടിച്ചിരിക്കുന്നത്. ഞാൻ ഈ നൂലൊക്കെ ഇവിടെ കോർക്കും കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഈ നൂലൊക്കെ ഒന്ന് കോർക്കണം. പോയിട്ട് എന്റെ ഫ്രണ്ട്സിനോടെല്ലാം ചർക്ക മേടിക്കാനും ഇവിടെ വരണം, പിന്നെ ഈ ആശ്രമമൊക്കെ കാണാനും കൂടെ വന്നെന്ന് പറയണം. ഈ ചർക്ക നിങ്ങൾ ഉറപ്പായിട്ട് മേടിക്കണം കേട്ടോ, നല്ല രസമാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ ഗാന്ധി ആശ്രമത്തിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചർക്ക കണ്ടല്ലോ, ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ലൈബ്രറി, എഴുതിയ ബുക്കുകൾ, പിന്നെ സബർമതി പുഴ എല്ലാം കണ്ടല്ലോ അല്ലേ, പിന്നെ ഗാന്ധിജിയുടെ റൂം, വീട് എല്ലാം കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.